ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ನನ್ನ ಹೆಸರು ಫಿದಾ ಫಾತಿಮಾ. ನಾನು ಕರ್ನಾಟಕದ ಕೊಡಗು ಜಿಲ್ಲೆಯಿಂದ ಬಂದಿದ್ದೀನಿ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ കർണാടകയിലെ കൊടകുന്ന് വരുന്ന കുട്ടിയാണ്. എനിക്കെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ എങ്ങനെയാണ് കർണാടകയിൽ നിന്ന് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ JPSക്ക് എത്തിപ്പെട്ടതെന്ന്. അതായത് ഞാൻ JP സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. മൂപ്പരെ വേർഡ്സ് എന്ന് വെച്ചാൽ മൂപ്പര് പറയുന്നത് ഞാൻ കുറേ വീഡിയോ കണ്ടിരുന്നു. പക്ഷെ മൂപ്പരെ വേർഡ്സ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കിടക്കേനു. അപ്പോൾ ഞാൻ എൻ്റെ വാപ്പാനോട് പറഞ്ഞ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ JPSക്ക് പോവാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷേ എൻ്റെ കസിൻസൊക്കെ പറഞ്ഞേ കർണാടകയിൽ കുറേ കോച്ചിങ് സെൻറ്റർ ഉണ്ട്, കർണാടക വിട്ട് ഇജ്ജെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ പറയുക, എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് JPSൽ പോയാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നു 2025 NEET ഭയങ്കര ടഫാണ്. അന്ന് കർണാടകയിൽ നല്ല നല്ല കോച്ചിങ് സെൻറ്റർ ഉണ്ട് കേട്ടോ. പക്ഷേ കർണാടകയിൽ തന്നെ പോയിക്കോ, ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് കുറേ ആൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ എതിർത്തും കണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ഹോസ്റ്റൽ ലൈഫിൽ ഫസ്റ്റാണ്. അപ്പോൾ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ വെച്ചാൽ കേട്ട് പരിചയം തന്നെ ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ നല്ല സ്ട്രെസ്സാണ്, വാർഡൻ അത്ര നല്ലതല്ല, വാർഡനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് കാര്യം. അതുമാത്രമല്ലാണ്ട് കറക്റ്റ് സമയത്ത് പോയിട്ട് ഇരിക്കണം, അത് ഇവിടെയും പഠിക്കണം കേട്ടോ. എന്നാലും നല്ല സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു കണ്ടേ എൻ്റെ കസിൻസൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. വാർഡൻ എന്ന് പറഞ്ഞാൽ എനിക്കെന്ന് വെച്ചാൽ ഹോം സിക്നെസ് നല്ലോണം ഉണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ടാകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ബോധമില്ല. കാരണം എന്ന് വെച്ചാൽ വാർഡൻസ് ആണെങ്കിലും നിങ്ങളെ ഉമ്മാനെ പോലെ നോക്കൂ. അത് മാത്രമല്ലാണ്ട് JP സാറ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മെയിനായിട്ടുള്ള പ്രൊഫസേഴ്സിനൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് JP സാർക്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി, JP സാർക്ക് അങ്ങ് വിളിച്ചു തരും. മൂപ്പര് ഇങ്ങനെ നമ്മളെന്താ പറയുക ഇല്ലാതൊന്നും പറയില്ല, പക്ഷേ മൂപ്പര് നല്ലോണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതെന്നെ കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് നല്ല മോട്ടിവേറ്റ് ആവും, നല്ല പഠിക്കാനുള്ള മനസ്സ് തോന്നും, എല്ലാം ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ വാർഡന് നല്ല അടിപൊളിയാണ്. അത് ഓർത്ത് നിങ്ങളൊന്നും ഇതാക്കണ്ട, വാർഡൻ നല്ല അടിപൊളിയാണ്, നല്ല നമ്മളെ അമ്മേനെ പോലെ നോക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അടിപൊളിയാണ്. ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചാൽ മതി. ഒരു ഇങ്ങനെ സ്ട്രെസ്സായിട്ടൊന്നും ലെസൺസ് ഒന്നും എടുക്കില്ല. ഒരു നല്ല രീതിക്ക് ലെസൺസ് എടുക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഏത് സമയമാണെങ്കിലും ചോദിക്കുക. അതിനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് അടുത്ത വർഷം MBBS കിട്ടാൻ പോകുന്ന കുട്ടികളാണ് നമ്മളെ മെൻറ്റേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കാര്യം. അത് മാത്രമല്ലാണ്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു അത്ര ക്ലിയർ ആയിട്ട് ഒരു പറഞ്ഞു തരും മെൻറ്റേഴ്സിൻ്റെ കാര്യം. അങ്ങനെ പിന്നെയെന്ന് വെച്ചാൽ ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നല്ല എന്താ പറയുക നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാകും അതുപോലെ തന്നെ കാര്യം ഫുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ എന്തായാലും JPSക്ക് പോരി. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ 2026 NEET നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ആക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.